30 ഭദ്രാസനങ്ങളുള്ള ഒരു സഭയെ പ്രതികരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എറണാകുളത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നവരല്ല. ഞങ്ങൾ കോട്ടയത്തും തിരുവനന്തപുരത്തും എല്ലായിടത്തുമുള്ള ജനതയാണ്. അതുകൊണ്ട് അങ്ങനെ മലങ്കര സഭയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അങ്ങനെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാമൊക്കെ പൊറുക്കും, എല്ലാമൊക്കെ ക്ഷമിക്കും. പക്ഷേ നമ്മെ ദൈവത്തിൽ ജനിപ്പിച്ച അപ്പനെ മറക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. അതാര് പറഞ്ഞാലും പറ്റില്ല. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, ഈ ദേവാലയത്തിന്റെ ശിലാഫലകം ഒന്ന് നോക്കിക്കേ. ഈ ദേവാലയം സ്ഥാപിച്ചത് 1100-കളിലാണ്. ആരുടെ പേരിൽ? മാർത്തോമാ ശ്ലീഹായുടെ പേരിൽ. ആദ്യമായി അന്ത്യോക്യൻ സഭയിൽ നിന്ന് മലങ്കര സഭയുടെ ചരിത്രത്തിൽ മെത്രാപ്പോലീത്ത വരുന്നത് 1665-ലാണ്. വേണേ പറയും യേശു ക്രിസ്തുവിനെ പോലും പറഞ്ഞു വെച്ചത് അന്ത്യോക്യൻ പാത്രിക്കീസ് എന്നൊക്കെ പറയുമായിരിക്കും. അത് പറഞ്ഞോട്ടെ, ഞാൻ സാധാരണ ചരിത്രമാണ് പറഞ്ഞത്. 1100-കളിൽ സ്ഥാപിച്ച മുളന്തുരുത്തി മാർത്തോമൻ പള്ളി 1665-ൽ മാത്രം ഇവിടെ വന്ന പാത്രിക്കീസ് വിഭാഗത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന് യുക്തി എന്താ?